ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ ദൈവത്തിൻ്റെ വചനം യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യമാണ്. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. ഈ പ്രഭാതത്തിൽ എന്നെ വളരെ ചിന്തിപ്പിച്ച 2 പദങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1, കഷ്ടമനുഭവിക്കുന്നവൻ. 2, സുഖം അനുഭവിക്കുന്നവൻ. ദൈവമക്കളെ, എല്ലാ കാലത്തും ഈ കൂട്ടർ ഈ ഭൂമിയിലുണ്ട്. അത് ലോകമനുഷ്യനായാലും ദൈവമനുഷ്യനായാലും ഒരു വ്യത്യാസവുമില്ല. ദൈവമനുഷ്യനും കഷ്ടമുണ്ട്, ലോകമനുഷ്യനും കഷ്ടമുണ്ട്. കഷ്ടം ഇല്ലാത്തവർ ചുരുക്കമാണ്. ഒരാൾ പോലും കാണുക ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ ലോകം പാപത്തിന് അടിമപ്പെട്ടപ്പോൾ, പിശാചിന് അടിമപ്പെട്ടപ്പോൾ കഷ്ടത ഈ ലോകത്തിലേക്ക് വന്ന് കയറിയത്. അപ്പോൾ പാപത്തിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് കഷ്ടത എന്നുള്ളത്. ഹല്ലേലൂയ. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, കഷ്ടത, സഫറിങ് എന്തുകൊണ്ട് ഈ ഭൂമിയിൽ വന്നു? ഉത്തരം ഒന്നേ ഉള്ളൂ, പാപം ഈ ഭൂമിയിൽ പ്രവേശിച്ചു എന്നുള്ളതിൻ്റെ പരിണിത ഫലമാണ് കഷ്ടത. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ആ കഷ്ടത എന്നുള്ളത് ഉണ്ട് എന്നുള്ളത് ഒരു ഭീകരമായ വിഷയമായല്ല ബൈബിൾ അവതരിപ്പിക്കുന്നത്. കഷ്ടതയുണ്ട്, എന്നാൽ ആ കഷ്ടതയ്ക്ക് ഒരു പരിഹാരം ഉണ്ടത് എന്നുള്ളത് നാം തിരിച്ചറിയണം. ഇന്ന് പകൽക്കാലം ഒരു മനുഷ്യൻ കഷ്ടത അനുഭവിക്കുന്നു എങ്കിൽ യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: അവൻ പ്രാർത്ഥിക്കണം. അപ്പോൾ അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ ആ കഷ്ടത സുഖമായി മാറും. എന്ന് വെച്ചാൽ സുഖമായി മാറുക എന്നുള്ളത് ഒരു ഓപ്പോസിറ്റ് വേർഡാണ്. അവൻ്റെ ജീവിതത്തിൽ ദൈവം ചില സൗഖ്യങ്ങൾ, ചില വിടുതലുകൾ, ചില നന്മകൾ അയക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൻ പാട്ടുപാടാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമുക്ക് 2 എക്സ്ട്രീമിറ്റികൾ. ഒന്ന്, കഷ്ടത എന്ന എക്സ്ട്രീമിറ്റി, അല്ലെങ്കിൽ ഏറ്റവും താഴെ കിടക്കുന്ന ഒരവസ്ഥ. സുഖം എന്ന മറ്റൊരു എക്സ്ട്രീമിറ്റി. അതിൻ്റെ ഇടയിൽ പ്രാർത്ഥന. അപ്പോൾ കഷ്ടതയെ സുഖമാക്കി മാറ്റുവാൻ, അനുഗ്രഹമാക്കി മാറ്റുവാൻ പ്രാർത്ഥന കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഈ പ്രഭാതത്തിലെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പറഞ്ഞാൽ, പ്രാർത്ഥിക്കുന്നവൻ പാട്ടുപാടുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അതൊരു ഭക്തന് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ഉപരിയായി ഇതിനകത്ത് പറയേണ്ടി വരുന്നത്. ദൈവദിനത്തിൽ ചില ആളുകളെ എനിക്ക് പരിചയപ്പെടുത്തണം എന്ന ആഗ്രഹമുണ്ട്. അതിലൊന്ന് ദാവീദ്. 40-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം: ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എന്നിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. ഇവിടെ നോക്കണം, നിലവിളിക്കുന്ന ഒരു ദാവീദിനെ കാണും. നിലവിളിച്ചു. എന്നാൽ ആ നിലവിളിയുടെ ഉത്തരവും അവിടെ തന്നെയുണ്ട്. 3-ാമത്തെ വാക്യം: അവൻ എൻ്റെ വായിൽ പുതിയ ഒരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അപ്പോൾ നിലവിളിച്ച ദാവീദിന് അവൻ്റെ നാവിൽ പുതിയ പാട്ട് കൊടുത്ത ദൈവത്തെ 40-ാം സങ്കീർത്തനത്തിൽ കാണുവാനിടയായിത്തീരും. അപ്പോൾ നോക്കണം ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ യാക്കോബിനോട് ചേർന്ന് കഷ്ടമനുഭവിക്കുന്നവൻ അവനെ
പ്രതീക്ഷ കൊടുക്കുന്ന ഒന്നാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇന്ന് പ്രഭാതത്തിൽ ഏതൊക്കെ വിഷയങ്ങളിൽ നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എന്നതെനിക്കറിയില്ല. ഏതൊക്കെ വിഷയങ്ങളിൽ നിങ്ങൾ നിലവിളിക്കുന്നു എന്നെനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, കഷ്ടമനുഭവിക്കുന്നവൻ, നിലവിളിക്കുന്നവൻ പ്രാർത്ഥിച്ചാൽ അവൻ്റെ നാവിലേക്ക് പുതിയ പാട്ട് കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ പ്രഭാതത്തിൽ പറവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 2026 ജനുവരി മാസം ഒരു തീമിലൂടെയാണ് തുടങ്ങുന്നത്. പുതിയ തുടക്കം, പുതിയത് ദൈവം ചെയ്യുന്നു എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, നാം പ്രാർത്ഥിക്കുമ്പോൾ പുതിയ പാട്ടാണ് തരുന്നത്, പുതിയ പാട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നലകളിൽ പാടിയ പാട്ടുകളായിരിക്കുകയില്ല, ഇന്നലകളിൽ പാടിയ സ്തോത്രം പാട്ടിൻ്റെ ചരണങ്ങളാകുകയില്ല. പുതിയത് തരുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. കഷ്ടത സുഖമാക്കി മാറ്റുമ്പോൾ പുതിയ പാട്ട് തരുന്ന ദൈവത്തിന് എല്ലാ സ്തുതിയും സ്തോത്രവും മഹത്വവും അർപ്പിച്ച് ഈ 2026 ജനുവരി മാസം 2-ാം തീയതി ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒത്തിരി ആളുകൾ പുതിയ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അവരെ എല്ലാം ഒന്നും എടുത്ത് പറവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റയാളിനെ മാത്രമേ ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. നീ പറയുവാനാണെങ്കിൽ മോശ, ഹന്ന, സക്കരിയാവ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മറിയ, എലിസബത്ത്, എത്ര പേരുടെ പേരുകൾ എനിക്കിതിനകത്ത് പറവാൻ കഴിയും. എന്നാൽ ആ പേരെല്ലാം മാറ്റിയിട്ട് നമ്മുടെ പേരൊന്ന് പറയാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നീ കഷ്ടതയിലാണോ? ഇന്ന് നീ വേദനയിലാണോ? ഇന്ന് നീ ഭാരത്തിലാണോ? ഇന്ന് നീ നിലവിളിയിലാണോ? യാക്കോബിനോട് ചേർന്ന് ഞാൻ ഈ പ്രഭാതത്തിൽ പറയുന്നു, പ്രാർത്ഥിക്കുക. ദൈവം നിനക്ക് ഒരു സുഖകാലം തരും. മാത്രമല്ല, പുതിയ പാട്ട് നിൻ്റെ നാവിൽ തരും. ആ പാട്ട് നീ പാടുമ്പോൾ മറ്റുള്ളവർക്കും അവരുടെ കഷ്ടതയിൽ പാടാൻ, ആ പാട്ട് മറ്റുള്ളവർക്ക് സുഖകാലത്തിലേക്ക് നയിക്കുവാൻ കാരണമായി തീരും. ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. പരിശുദ്ധ പിതാവേ, കഷ്ടത ഭൂമിയിൽ ഉളവായി വന്നത് പാപത്തിൻ്റെ പരിണിത ഫലമാണ്. എന്നാൽ ആ കഷ്ടതയെ അങ്ങനെ നിലനിർത്തി വിടുകയല്ല. കഷ്ടതയിൽ കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവന് ഒരു സുഖകാലവും പുതിയ പാട്ടും കൊടുത്ത് ആദരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ജനുവരി മാസം, വർഷത്തിൻ്റെ തുടക്കമാസം, തുടക്ക ദിവസങ്ങൾ ജനത്തെ ഈ വചനം വെച്ച് അനുഗ്രഹിക്കുന്നു. പുതിയ പാട്ടും സുഖകാലവും കൊടുത്ത് അനുഗ്രഹിക്കണം. ഈ പുതിയ പാട്ടുകൾ അനേകരുടെ കഷ്ടതകളിൽ അവർക്ക് വിടുതലാകുവാൻ കാരണമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്ത് ജനത്തെ അനുഗ്രഹിക്കുന്നോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനം തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.